ferry service. Yes. പറഞ്ഞാൽ മതി. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ ഈ ഗ്രഹത്തിലാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ അവസാന ദിവസങ്ങൾ ചെലവഴിച്ച ഒരു സ്ഥലമാണ്. അതിൻ്റെ പേരിൽ അതിനെ ആദരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത് OV വിജയൻ റോഡെന്നുള്ള രീതിയിൽ ഏതാണ്ട് ഒരു 4-5 വർഷം മുമ്പ് 25 ലക്ഷം രൂപയോളം ഈ റോഡിന് വേണ്ടി മുടക്കി ആ റോഡ് ചെയ്ത്. അപ്പം ഒരു നിത്യസ്മാരകമായിട്ട് ഈ റോഡ് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു കഥയിൽ, ഏതോ ഒരു നോവലിൽ ഈ ഗ്രാമത്തെക്കുറിച്ചും ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നോവലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു മതി പറഞ്ഞോളൂ. ഒരു ആ ഗ്രാമത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ, മീനച്ചിലാറിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ, കാരണം അവസാന കാലങ്ങൾ അദ്ദേഹം വളരെ സന്തോഷപൂർണ്ണമായ ഒരു ജീവിത സായാഹ്നമാണ് ഇവിടെ ചെലവഴിച്ചത്. ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പുലിയെ പറ്റിയുള്ള ഓർമ്മകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ചില കൃതികളിൽ ഇവിടുത്തെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞോ. മീനച്ചാറിന്റെ തീരത്താണ് ഈ ബോട്ട്. ആരുടാ ആ ബോട്ട്? പണ്ട് OV വിജയൻ പല കാലം നടന്നിട്ടുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ബോട്ട് ഈ ആറ്റുവഞ്ചിയിൽ കയറി ഇരുന്ന് പുള്ളി കുറെ കാലം ഇരുന്നിട്ടുള്ളതാണ്. വെരി ഗുഡ്. ചില സമയം അതിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതങ്ങ് പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം അതിലുണ്ട്. കറക്റ്റ്. അതിന്റെ പേരാണ് ആറ്റുവഞ്ചി. ആറ്റുവഞ്ചി എന്ന് പറഞ്ഞ ഉലഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ സിനിമ അല്ല, അവരെ കഥ ചെയ്തത്. സിനിമ പിടിച്ചത് അവരുടെ ആങ്ങളുടെ മോനാ. മറ്റേ ഇത് ഫാന്റാസ്റ്റിക് സിനിമ ചെയ്താരാ? പതിരൊന്ന് പേരുടെ അമ്മയുടെ ആങ്ങളുടെ മോനാണ്. അവരുടെ പേരൊക്കെ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴയ മരമാണ് ആറ്റുവഞ്ചി എന്ന് പറയുന്നത്. ഇങ്ങനെ അധികം ഇല്ല, പക്ഷെ സർക്കാർ ഇത് വളരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഈ സാധനം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറേ കാലം കൂടെ നമ്മുടെയൊക്കെ അന്ത്യം വരെ ഈ മരം നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് പിരിയാം. ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത്. താങ്ക് യു. ബൈ. ഈ ഗ്രാമത്തിൻ്റെ ആൾക്കാരുടെ എല്ലാം ഇതാണ്. അപ്പം കുംഭമാസത്തിലെ പൂരം നാളിലാണ് ഇവിടുത്തെ ആഘോഷം. കുംഭപ്പൂരം മഹോത്സവം വളരെ ആഘോഷമായിട്ട് കുംഭോടത്തോടു കൂടി ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ആചരിക്കുന്നു. വർഷങ്ങളല്ല, നൂറ്റാണ്ടുകളായിട്ട് ആചരിക്കുന്ന ഒരു ഇതാണ്. ഈ ക്ഷേത്രത്തിന് ഈ അടുത്ത കാലത്താണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ കൊണ്ട് ചെറിയ ഇനിയും മുന്നോട്ട് കുറച്ചുകൂടെ അത്, പിന്നെ എന്നെ പോലുള്ള അയൽവാസികൾ വന്നുകൊണ്ട് ഇവിടെ കുറച്ചുകൂടെ അതൊരു പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തന്നെ അറിഞ്ഞു. സ്പോട്ട് ലൈറ്റിന്റെ ഗുണമാണ്. ജ്ഞാനപീഠം അതിനകത്തിരിക്കും. ജ്ഞാനപീഠമാണ് അതിനകത്തോ. ഇതാണ് ജ്ഞാനപീഠം. KPSC പുരസ്കാരം.
വയലാർ സാഹിത്യ അവാർഡ്. ചെമ്മീൻ 13 ഭാഷകളിലുണ്ട്. ആ 13 ഭാഷകളിലുണ്ട്. ആ അതെ 13 ഫോറിന് 26 ഭാഷയിലോട്ട് 27 അറബുണ്ട്. അറബ് ഇതിൽ അതിന് ശേഷമാണ് അത് ചെയ്തത് അല്ലേ? അതും എടുത്ത എന്തിനെടുക്ക കുട്ടനാടൻ പാടശേഖരമാണ്. പാടത്തിലിപ്പം നെൽകൃഷിയൊന്നുമില്ല, കരയിൽ മാത്രം വയ്ക്കുമല്ലിരിപ്പുണ്ട്. എല്ലാം ടൂറിസം മാത്രമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഓക്കെ. അല്ല അവരെ കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പുറകോട്ട് മാറി. രണ്ട് സൈഡിലായിട്ട് നിൽക്കുക. കിട്ടും, കിട്ടിക്കഴിഞ്ഞു. കരിമാടിക്കുട്ടൻ അല്ലേ? എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ബുദ്ധൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണല്ലേ? കൃഷിയില്ല കേട്ടോ വർഷങ്ങളായിട്ട്. കൃഷിയില്ല. ഇതിൽ ബോട്ട് സർവീസ് ഉണ്ട്. അതായത് പിന്നെ ആലപ്പുഴ കൊല്ലം റൂട്ടിലാണ് പോകുന്നത്. ഇപ്പോൾ ടൂറിസം മാത്രമാണ്. കരിമാടി ജെട്ടിയുണ്ട് ഇവിടെ. അതുപോലെ നിരവധി ഓർമ്മകൾ അയവിറക്കുന്ന ഒരു മേഖലയാണിത്. ചരിത്രം ഉറങ്ങുന്ന ഒരു താഴ്വരയാണ്. ശ്രീബുദ്ധൻ്റെ പ്രതിമ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചരിത്രരേഖകളിൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും പഴമക്കാരുടെ ആ ഒരു അറിവ് വെച്ചിട്ട് വളരെ പുരാതനമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ശ്രീബുദ്ധൻ്റെ. ഇതിൻ്റെ ഒരു സൈഡ് ഒരു ആന വന്ന് പൊട്ടിച്ചിളക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ മാത്രമേ ഉള്ളൂ ഈ ബുദ്ധ വിഗ്രഹത്തിന്. ഭയങ്കരമാണ് കേട്ടോ. മധ്യകാലത്ത് ഇത് വളരെ അനാഥമായിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഒരു ബുദ്ധ സേവാ സമിതി അവരുടെ സംരക്ഷണയിലാണ്. ഇവിടെ ഇങ്ങനെ ചുറ്റുമതിലൊക്കെ ഈ അടുത്ത കാലത്ത് കെട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു സംരക്ഷിത മേഖലയായിട്ട് ഇത് മാറ്റിയിരിക്കുകയാണ്. AD 10-ാം നൂറ്റാണ്ടിലെ ബുദ്ധ വിഗ്രഹം. വെരി ഗുഡ്. എന്ത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ ഇതുവല്ലതും ചെയ്യുന്നുണ്ടോ? ചെയ്യണം. ഇപ്പോൾ ഡോക്ടർ മഹാദേവൻ കണ്ണാശുപത്രി ചിറയിൻകീഴ് തൂക്കക്കാരൻ ബിജിത്. ഇത് സാധാ തൂക്കം. കണ്ണാശുപത്രി ചിറയിൻകീഴ് ഗവൺമെൻറ് ആശുപത്രിയാണ്. അത് ഭയങ്കര കഥാപാത്രമാണ് ഈ അനൗൺസ് ചെയ്യുന്നത്. കാലത്ത് പറഞ്ഞ് എല്ലാവരും 100 മീറ്റർ അകലെ നിന്നാണ് അത് ഭരിക്കാനുള്ളത്. പിന്നെ 50 പിന്നെ 5 ഇപ്പോൾ നടക്കുന്ന തൂക്കം നമ്പർ 62 വഴിപാട് സമർപ്പണം. ഡോക്ടർ മഹാദേവൻ എല്ലാ ജനങ്ങളും സർവാത്മന സഹകരിക്കണമെന്ന് സർവേശ്വരിയുടെ നാമത്തിൽ യാതൊരുപൂർവ്വം അറിയിക്കുകയാണ്.
അനന്തകോടി പുണ്യം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമാണ് നിങ്ങൾ തൂക്കവില്ല് വലിക്കുന്നതിലൂടെ ചെയ്യുന്നത്. ആയതിനാൽ തൂക്കവില്ല് ഭക്ത്യാദരപൂർവം ഭയഭക്തി ബഹുമാനത്തോടെ വലിക്കുവാൻ അറിയിക്കുകയാണ്. ക്യാമറയുടെ സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവരാമോ? ഏതാണ്ട് ആനന്ദവട്ടവും വന്നിട്ടുള്ള മഞ്ഞ് സമയ സാധനങ്ങളുമായി തൂക്കം നമ്പർ 154 ആനക്കൽ ചെല്ലപ്പൻ എത്രയും വേഗം സ്റ്റേജിന് മുന്നിലേക്ക് ചേരുവാൻ അറിയിക്കുകയാണ്. കാര്യമായിട്ട് തന്നെ പറഞ്ഞു. തൂക്കം നമ്പർ 65 ഞാൻ 2000 ഇനി പോണില്ല. എറണാകുളത്ത് ഞാൻ 3 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു തിരക്കിട്ട പരിപാടിയിലായിരുന്നു. ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാടുണ്ട്. അറിയിക്കാനും തോന്നുന്നു. അടിപൊളി പരിപാടികളാണ്. നമ്മൾ മെഡിക്കൽ ടൂറിസം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ആളുകൾ മറയുന്നത് നമുക്കത് എടുക്കാൻ പറ്റും. കോട്ടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നു അല്ലേ? അതൊക്കെ നമുക്ക് നന്നായിട്ട് എടുത്താൽ തോളിലൊക്കെ എടുത്ത് വെച്ച് കിട്ടുന്നത് ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് എത്രയും വേഗം സമയസാധനങ്ങളുമായി സ്റ്റേജിന് മുന്നിൽ എത്തിച്ചേരുവാൻ അറിയിക്കുകയാണ്. ആനന്ദമുള്ള മഞ്ഞിൽ എത്രയും വേഗം സമയസാധനങ്ങളുമായി സ്റ്റേജിന് മുന്നിൽ എത്തിച്ചേരുവാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ നടക്കുവാൻ പോകുന്ന തൂക്കം നമ്പർ 66 വഴിപാടായി സമർപ്പിക്കുന്നത് മധു ബംഗാളിൽ. അപ്പോൾ ഇതോടെ നമ്മൾ പോകുന്നു കേട്ടോ. ദിസ് ഈസ് ദ ലാസ്റ്റ്. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്കത് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് തൂക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലമായി തോളിൽ അങ്ങ് എടുത്തോണ്ട് പോകണമെന്ന്. എല്ലാ തവണയും തോളിൽ കയറ്റുന്ന പാർട്ടിയാണ് നിൽക്കുന്നത്. ആ പാർട്ടി എവിടെയാണ് നിൽക്കുന്നത്, എവിടെ കാണുമെന്ന് അറിയാം. 6 ഹോട്ടലുകളിലാണ് സപ്ലൈ എടുത്തത്. ആണ് എവിടെ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. ഹോട്ടലിലുണ്ട്. ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്. പണ്ട് നമുക്ക് പിന്നെ ശാർക്കര അല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ഒരു ദോശയൊക്കെ തിന്നുന്ന ഒരു ഹോട്ടലുണ്ട്. എന്തൊക്കെ പിന്നെ നമുക്ക് നല്ല രസവടയും വൈകിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് 10 പൈസയുടെ ഇതൊക്കെ കിട്ടുമായിരുന്നു വാഴയ്ക്ക്. വിനീതമായി അപേക്ഷിക്കുകയാണ്. വർദ്ധിച്ചു വരികയാണ്. ഒരിക്കൽ കൂടി വെള്ളം കളിക്ക് സഹകരിക്കുവാൻ അറിയിക്കുകയാണ്. പോവാം. ഇപ്പോൾ നടക്കുവാൻ പോകുന്ന തൂക്കം നമ്പർ 67 വഴിപാട് സമർപ്പണം ശ്രീജൻ നിവാസ് തൂക്കക്കാരൻ ശ്രീജൻ. ഇതും അവയുടെ ഇഷ്ട വഴിപാടുകളിലായ പുലർത്തുക. ഈ ടെക്നോളജി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഈ ടെക്നോളജി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ എന്നും ആലോചിക്കായിരുന്നു എങ്ങനെ അവന്മാർ തൂക്കുന്നു. ഇപ്പോൾ നടക്കുവാൻ പോകുന്ന തൂക്കം നമ്പർ 68 വഴിപാടായി സമർപ്പിക്കുന്നത് പുന്നവിള വീട് കോഴിത്തറ.
സുഖകാലം ഇടം അമ്മയുടെ വഴിപാടുകളുള്ളതായ സങ്കല്പം. ചലോ പോയി കയറിയതാണോ അന്ന് ഏജ് ഡയറക്റ്റാ ടെസ്റ്റ്. നിങ്ങളുടെ ഇഷ്ടം. ഏജ് ഡയറക്റ്റാണെന്ന് കേട്ടോ. അന്തേവാസികൾ സ്ഥലം വിട്ടോ.